മഹാനായ താജുൽ ഉലമയുടെ വഫാത്ത് കൊണ്ടുണ്ടായ ഒരു പ്രയാസത്തിന്റെ ഒരു ചെറിയ ഭാഗം പരിഹരിക്കപ്പെട്ടു. ആ സന്തോഷത്തോടെ ഈ നീണ്ട വർഷങ്ങൾ മുന്നോട്ടു പോകുന്ന സമയത്താണ് വളരെ പെട്ടെന്നായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുറത്ത തങ്ങൾ നമ്മളിന്ന് പിരിഞ്ഞു പോകുന്നത്. അവരെ പറ്റി പരിചയപ്പെടുത്താനോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ എനിക്കത് പറയാനും കഴിയില്ല. ഞാൻ അതിന് തുനിയൊന്നുമില്ല. പക്ഷേ സംഘാടകരെക്കാളും ആലിമീങ്ങളെക്കാളും ഏറ്റവും സങ്കടപ്പെട്ട് കരയുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. എന്തുകൊണ്ട്? സാധാരണക്കാരിലും സാധുക്കൾ പലരും പറഞ്ഞു വിളിച്ചിട്ട് പൊട്ടി ഇപ്പോഴും കരയുന്നവരുണ്ട്. എവിടുന്ന് വേണമെങ്കിലും കാണാം, എവിടുന്ന് വേണമെങ്കിലും സങ്കടം പറയാം. റോഡ് വെക്കൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഒന്നോളി, ഞാൻ അങ്ങോട്ട് കാറിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാറിൽ ഒരു സൈഡിൽ നിന്നിട്ട് അവിടെ നിന്ന് കുറെ കൂടി ആളുകൾക്കെല്ലാം വേണ്ടുന്ന കാര്യങ്ങൾ നിർദ്ദേശം, മഹാന്മാരായ ബദരീങ്ങളെ മേൽ യാസീൻ ഓതി ഇന്ന കാര്യം ചെയ്തോ എന്ന് പറഞ്ഞേൽപ്പിക്കുന്ന ഇവിടെ സൈദി ലോകത്തിന് വന്നാലും എവിടെ പോയാലും ഏത് പാവപ്പെട്ടവനും നടക്കാൻ കഴിയാത്ത ക്ഷീണത്തിലും രോഗത്തിലുള്ളവനിക്കും കഷ്ടത്തിലുള്ളവനും വീടില്ലാത്തവനിക്കും പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ 30-35 വയസ്സായി മാർഗമില്ല എന്ന് കരയുന്നവർക്കും ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ ഏത് സമയത്തും പോയി പറയാൻ മഹാനായ സയ്യിദിനെ ബഹുമാനപ്പെട്ട സയ്യിദിനെ മാണിക്കുത്ത് ഉസ്താദ് ഇപ്പോ ഖുറത്തങ്ങള് മകനും ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ റൂമിൽ പോയപ്പോ ഒരു വാക്ക് പറഞ്ഞു, ഏത് സമയത്തും ബന്ധപ്പെടാനും ക്യൂ നിൽക്കേണ്ട ആവശ്യമോ നമ്പർ എടുക്കേണ്ട ആവശ്യമോ നേരത്തെ വെക്കാക്കേണ്ട ആവശ്യമോ ഒന്നുമില്ലാതെ ഏത് സമയത്തും കയറി ചെന്ന് സങ്കടം പറയാനും ഏറ്റെടുക്കാനും പറ്റിയ ഒരേ ഒരാൾ മഹാനായ സയ്യിദിന ഖുറത്ത തങ്ങളായിരുന്നു. പാവങ്ങൾ പലരും ജാതി മതഭേദമന്യേ അമുസ്ലിം സഹോദരന്മാര് വരെ സങ്കടപ്പെട്ട് അന്ന് അവിടുത്തെ ജനാസ ഖുറത്തെത്തുമ്പോൾ 50,000-ഓളം ജനങ്ങൾ അവിടെ കൂടിയതിൽ ജാതി മതഭേദമന്യേ എല്ലാവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ സാധാരണക്കാരടിയിൽ ഇറങ്ങി തന്റെ ഒരു ഗാംഭീര്യം കാണിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെയുള്ള വേഷവും ഡ്രസ്സും എല്ലാം തന്നെ ഞാൻ നീട്ടി പറയുന്നില്ല. ആ തലക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങളവർകൾ ഞാൻ നിങ്ങളിൽ ഒരാളാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി കാണാം. അതുപോലെ സാധുക്കളുടെ കൂട്ടത്തിൽ പോയാൽ അവരിൽ ഒരാൾ, ഇത് വലിയ പണക്കാരനാണ്, ഇത് സാധുവാണ്, ഇതൊരു വലിയ രാഷ്ട്രീയ നേതൃത്വമാണ്, ഇത് മറ്റേയാളാണ്, ഒരു വ്യത്യാസവും ഇല്ലാതെ ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങൾ അവർകൾ ആ നിലക്ക് ജനങ്ങളോട് വലിയ കാരുണ്യവും സ്നേഹവും പകർന്നുകൊണ്ട് ആരെത്ര വലിയ പ്രയാസം വന്ന് പറഞ്ഞാലും അതിനെല്ലാം വളരെ സിമ്പിളാക്കി കണ്ടുകൊണ്ട് വളരെ നിസ്സാരമാക്കി കൊണ്ടുകൊണ്ട് അവരെ ഭാരങ്ങൾ തലയിൽ നിറക്കി വിട്ടുകൊണ്ടുള്ള ഒരു സമീപനം ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങൾ അവർകൾ നിർവഹിച്ചിരുന്നു. ഇങ്ങനെ നമുക്ക് മുമ്പിൽ ആ നിലക്കാരെയും കാണുന്നില്ല. പക്ഷെ അല്ലാഹു അതിനുള്ള ഏർപ്പാടുകൾ സംവിധാനങ്ങൾ ഇവിടെ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാക്കി തരും. അതാണ് നമ്മുടെ നേരത്തെയുള്ള അനുഭവങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ നേരത്തെ ഖത്മുൽ ഖുർആനും ഈ മജ്ലിസിന്റെ മഹത്വങ്ങളും ഇതിന്റെ എല്ലാം വലിയ സവാബ് മിസ്ല സവാബ് അല്ലാഹു തആല ബഹുമാനപ്പെട്ട സയ്യിദുനാ മർഹൂം ഖുറത്ത തങ്ങളുടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. മനുഷ്യ സഹജമായി എന്തെങ്കിലും തെറ്റുകുറവുകൾ ജീവിതത്തിൽ സംസാരിക്കുന്നിടത്തോ ഇടപെടുന്നിടത്തോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തു വലിയ ദറജ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആത്മീയമായ നേതൃത്വം കൊണ്ട് നമ്മുടെ ജാമിഅ സഅദിയ സ്ഥാപനത്തിന്റെ എല്ലാവിധ വളർച്ചക്കും എല്ലാവിധ പുരോഗതിക്കും അവരുടെ നേതൃത്വം, ആത്മീയമായ നേതൃത്വം അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതൃത്വങ്ങളായ ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ അടക്കമുള്ള ബഹുമാനപ്പെട്ട കല്ലക്കട്ട തങ്ങൾ
അങ്ങനെയുള്ള സാദാത്യങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുനാ മാണിക്കത്ത് ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാര്, അതുപോലെ നേതൃത്വങ്ങൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങളവറുകളോടൊപ്പം, നമ്മളെ കൂട്ടുകുടുംബത്തോടൊപ്പം, നമ്മുടെ മശായിഖന്മാരോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകി തരുമാറാകട്ടെ.